ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവർണ്ണനീയമായ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ആ സ്വാതന്ത്ര്യത്തിൽ തന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിപ്പാൻ കർത്താവ് നമുക്ക് അധികം കൃപ നൽകട്ടെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആ സ്വാതന്ത്ര്യം വേണ്ടതുപോലെ നമുക്ക് അനുഭവിക്കാൻ കഴിയാതിരിക്കുന്നത് നമ്മുടെ രക്ഷകനോട്, നമ്മുടെ കർത്താവിനോട് വേണ്ട വിധത്തിലുള്ള ആ ബന്ധം നാം കാത്തു സൂക്ഷിക്കാത്തത് കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ഒരു ഭാര്യയും ഭർത്താവും, ഭാര്യ ഭർത്താവിനുള്ളതിലും അവകാശം ലഭിച്ചു എന്നുള്ളതിനാൽ തൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കാതിരിക്കുന്നില്ല. എൻ്റെ ഭർത്താവാണ് എന്ന ആ ഒരു ബോധ്യം ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുവാനും കുടുംബകാര്യങ്ങൾ ഭംഗിയായി നിവർത്തിക്കാനുമുള്ള ഒരു വിവേകം നൽകുകയും ഒരാവേശം നൽകുകയും ചെയ്തു. എൻ്റെ ഭർത്താവ്. അപ്പോൾ ഭർത്താവ് എന്ന നിലയിൽ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടുന്ന കരുതലും സ്നേഹവും സംരക്ഷണവും നൽകുന്നു. ക്രിസ്തു നമുക്കത് നൽകുന്നു. നാം കർത്താവിൻ്റെ മക്കളെന്ന നിലയിൽ യേശുവിനെ കർത്താവായി അംഗീകരിക്കുന്നതിനാൽ നാം അവിടത്തേക്ക് വിധേയപ്പെടുന്നു. അപ്പോൾ ആ ബന്ധം, അപ്പോൾ നമ്മൾ കുടുംബജീവിതത്തിൽ എങ്ങനെയാണല്ലോ, ഒരു സ്ഥലത്ത് പോകുമ്പോൾ വിളിച്ച് ആ ഭാര്യയോട് ചോദിക്കുന്നു, ഭാര്യ ഇടയ്ക്ക് വിളിക്കുന്നു. ആ ഒരു എന്താ പറയുന്നത്, മനോഹരമായിരിക്കുന്ന ഒരു ബാന്ധവം. അപ്പോൾ കുടുംബജീവിതം വളരെ സന്തോഷപ്രദമായി തീർന്നു. അതിലൊരു രസം, ഒരു സന്തോഷം നമ്മൾ കണ്ടെത്തുന്നു. അതുപോലെ തന്നെ യേശു നമ്മുടെ എല്ലാമായി തീരുമ്പോൾ കർത്താവിനോട് കൂടെ നമ്മൾ സഞ്ചരിക്കുന്നു. എല്ലാ കാര്യങ്ങളും പറയുക. കർത്താവ് തൻ്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നു. നാം പ്രാർത്ഥനയിലൂടെ കർത്താവിനോട് സംസാരിക്കുന്നു. തൻ്റെ വചനത്തിൽ നമ്മൾ രസിക്കുന്നു. അതിന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. 110 സങ്കീർത്തനം പ്രമോദിക്കുകയും ആനന്ദിക്കുകയും ആ ചേർന്ന് പോകുമ്പോൾ അവിടെ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് സാധിക്കും. അകലം കൂടുമ്പോൾ സ്വാഭാവികമായി നാം അടിമത്തത്തിലേക്കായിരിക്കും. ഒരു തത്വമുണ്ടല്ലോ, എന്താ, വാട്ട് ഈസ് ഡാർക്ക്നെസ്? എന്താണ് ഇരുട്ട്? ഡാർക്ക്നെസ് ഈസ് ദ ആബ്സെൻസ് ഓഫ് ലൈറ്റ്. വെളിച്ചത്തിൻ്റെ അഭാവമാണ് ഇരുട്ടെന്ന് പറയുന്നത്. വെളിച്ചത്തിൽ നിന്ന് നമ്മൾ ദൂരത്തേക്ക് പോകും തോറും എന്തിലായിത്തീരും? ഇരുട്ടലായിത്തീരും. അപ്പോൾ ദൈവം തിന്മയെ സൃഷ്ടിച്ചിട്ടില്ല, ആരെയും തിന്മയിലേക്ക് നയിക്കുന്നില്ല. പക്ഷേ വെളിച്ചമാവുന്ന ദൈവത്തിൽ നിന്ന് ദൂരവേ പോകുമ്പോൾ സ്വാഭാവികമായ ആ വ്യക്തി തിന്മയിലേക്ക് പോകുന്നു, ഇരുട്ടിലേക്ക് പോകുന്നു. നമുക്ക് വായിക്കാം. റോമാലേഖനം 6-ാം അധ്യായം 14-ാം വാക്യം. ഒരു സെക്കൻഡ് മോനെ എടുത്തോട്ടെ എല്ലാവരും. കണ്ടു, നിങ്ങൾ ന്യായപ്രമാണത്തിലല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ, കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല. ആരാ കർത്താവ്? യേശുവാണ് എൻ്റെ കർത്താവ്. യേശുവിനിൽ എന്ത് ചെയ്യും? കർത്തൃത്വം നടത്തും. ഞാൻ എന്തിനധീനനായാൽ? കൃപയ്ക്ക്. അപ്പോൾ കൃപയുടെ അധീനതയിൽ ഇരിക്കണം, കൃപയ്ക്ക് വിധേയപ്പെട്ടിരിക്കണം. നേരത്തെ നാം പാപത്തിനും മരണത്തിനും അധീനരായിരുന്നു, അടിമകളായിരുന്നു. ഇപ്പോൾ യേശുവിൻ്റെ കർത്തൃത്വത്തിലേക്ക്, കൃപയുടെ അധീനതയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൽ നാം എന്തുമാത്രം ചേർന്നിരിക്കുന്നുവോ അത്രമാത്രം നമുക്ക്
നന്മയിൽ ജീവിക്കാനായിട്ട് ക്രിസ്തീയ സ്വാതന്ത്ര്യം അനുഭവവേദ്യമാക്കാനായിട്ട് സാധിക്കും. ഒരു കാര്യവും നമ്മുടെ മേൽ എന്ത് ചെയ്യില്ല, വാഴുകയില്ല. പാപം നമ്മുടെ മേൽ അല്ല, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? കൃപയ്ക്ക് എത്ര അധീനരാകിയാൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം എന്ന് പറഞ്ഞാൽ വാഴില്ല. അപ്പം ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ മല്ല് പിടിക്കേണ്ട ആവശ്യമില്ല. ഞാനിത് ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ആർക്കും കഴിയില്ല. അത്രേ ഉള്ളൂ. എന്താ? യേശുവിൻ്റെ കർത്തൃത്വത്തിന് വിധേയപ്പെടുക, കർത്താവുമായിട്ടുള്ള ആ ബന്ധം കാത്ത് സൂക്ഷിക്കുക, കർത്താവിനോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ്. ആ കുടുംബജീവിതത്തിൻ്റെ ഉദാഹരണം ചിന്തിച്ചാൽ മതിയാണ്. അപ്പോൾ അത് ആ ബന്ധം ഞാൻ ഒന്നുകൂടി പറയട്ടെ. എന്തുകൊണ്ടാണ് ചേട്ടൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്? എന്തുകൊണ്ടാണ് ഭർത്താവ് പറയുന്ന കാര്യങ്ങളൊക്കെ നിവൃത്തിയില്ല സഹോദര, ആളൊരു അതുകൊണ്ടാണ് പിന്നെന്താ? ഏതാ? എൻ്റെ ചേട്ടനാണെന്ന് എവിടെയുണ്ട്? ആ ബന്ധം, ആ ബാന്ധവം വളരെ നാളുകളായി തുടങ്ങിയിട്ട് അതനുസരിക്കുന്നതിൽ എന്തുണ്ട്? ഒരു അഭിമാനം, അല്ലേ? ഒരു സംതൃപ്തിയും ഒരു അഭിമാനവും ഉള്ളത് കൊണ്ടാണ് അനുസരിക്കുന്നത്. അപ്പം യേശു എൻ്റെ കർത്താവായതുകൊണ്ട് എനിക്ക് യേശുവിനെ അനുസരിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. യേശു എൻ്റെ കർത്താവായി എന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം നൽകിയതിനാൽ എനിക്ക് സ്നാനമേൽക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ഞാൻ അനുസരിക്കും. ഇന്ന് അനേക ആളുകൾ വിശ്വസിക്കുന്നവരെന്ന് പറയുകയും ക്രിസ്തുവിനെ അനുസരിക്കാത്തവരുമാണ്. എന്താ കാരണം? അവരെന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ അവിടെ 40-39 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. പള്ളിഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ല. അവർ ദൈവത്തിൽ നിന്നുള്ള മാനത്തേക്കാൾ മനുഷ്യരിൽ നിന്നുള്ള മാനം അധികം സ്നേഹിച്ചു. ഏറ്റുപറഞ്ഞില്ല. നമ്മൾ ജോലിക്ക് പോകുമ്പോൾ, നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സ്ട്രീറ്റിൽ നമ്മളത് ഏറ്റുപറയും. യേശു എൻ്റെ കർത്താവാണ്, നിങ്ങളെക്കാൾ അധികം ഞാൻ ആരെ സ്നേഹിക്കുന്നു, ആരെ ബഹുമാനിക്കുന്നു, എനിക്ക് 1-ാം സ്ഥാനം യേശുവാണ്, ഞാൻ ബൈബിൾ ക്ലാസ്സിന് പോകും, ഞാൻ ആരാധനയ്ക്ക് പോയിട്ട് എന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്വത്തിൽ നിന്ന്, നിത്യശിക്ഷാവിധിയിൽ നിന്ന്, ശിക്ഷാവിധിയിൽ ന്യായവിസ്താരത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം നൽകിയ കർത്താവിനെ ആരാധിച്ചിട്ട് ഞാൻ ഒരു പരിപാടിക്കും വരികയുള്ളൂ, ഒരു ജോലിക്കും വരികയുള്ളൂ, എനിക്ക് എൻ്റെ വിദ്യാഭ്യാസം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിന് യേശുവിനെ ആരായിട്ട് മനസ്സിലാക്കണം? എന്താ ഭർത്താവിനെ അനുസരിക്കാൻ പറ്റാത്ത? നേരത്തെ ചോദിച്ചതിൻ്റെ തിരിച്ചു ചോദിക്കും. ചോദ്യം തിരിച്ചു ചോദിക്കുക, എന്താ പറ്റാത്ത? എൻ്റെ ചേട്ടനാ എന്നുള്ളത് ഇല്ല. ഇയാളാരാ? അപ്പോൾ ആരാധന കഴിഞ്ഞിട്ടേ ഉള്ളൂ. എബ്രാഹിമിന് 29 ക്ലാസ് കൊടുക്കും, ബൈബിൾ ക്ലാസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പ്രാർത്ഥന കഴിഞ്ഞിട്ടേ. പ്രാർത്ഥനയ്ക്ക് എത്ര പേരുണ്ട്? 7 പേര്. പ്രാർത്ഥന കഴിഞ്ഞിട്ടേ ഉള്ളൂ, ആരാധന കഴിഞ്ഞിട്ടേ ഉള്ളൂ, ബൈബിൾ സ്റ്റഡി കഴിഞ്ഞിട്ടേ ഉള്ളൂ, സഭായോഗങ്ങൾ. ആർക്കാ സഭായോഗം? ആർക്കാ? ഈ യേശുവിനെ കർത്താവായി അവരെന്ത് ചെയ്തു? അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. ഇന്നാ കൈക്കൊണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സ്നാനമേറ്റു. അല്ല പറയാം, ഞാൻ നേരത്തെ സ്നാനപ്പെട്ട, പക്ഷെ ഇന്നാ ഒരു കുഴപ്പമില്ല. യേശു ആരാ? യേശു എൻ്റെ കർത്താവ്. എനിക്ക് ലജ്ജയില്ല,
ഒരു ലക്ഷ്യമില്ല. ഇന്നാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്, ഞാൻ സ്നാനം ഏൽക്കും, എനിക്ക് സ്നാനപ്പെടണം. കൊടുക്കില്ലേ? സ്നാനം കൊടുക്കില്ലേ? കൊടുക്കും. അത്രേ ഉള്ളൂ. കാരണം യേശുവിനെ കഴിഞ്ഞ് എനിക്ക് ആരും ഉള്ളൂ. എനിക്ക് അങ്ങനെ പ്രത്യേക അഭിമാനമൊന്നുമില്ല, എനിക്ക് പ്രത്യേക മാന്യതയൊന്നുമില്ല. യേശുവിൻ്റെ മാന്യതയാണ് എൻ്റെ. വിശ്വസിക്കുന്നവർക്ക് ആ മാന്യതയുണ്ട്. യേശു തന്ന മാന്യത മതി എനിക്ക്. യേശു എന്നെ രക്ഷിച്ചതാണ്. യേശുവാണ് എനിക്കെല്ലാം. യേശു എൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണ്, എൻ്റെ രക്ഷകനാണ്, എൻ്റെ നാഥനാണ്, എനിക്കെല്ലാമാണ്. അപ്പോൾ സ്നാനമേൽക്കും. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ പറഞ്ഞേ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു, വേർപെട്ടു. സാധാരണ ചേട്ടൻ പറയാൻ ചെല്ലുമ്പോൾ ആളുകൾ ചോദിക്കും, നിങ്ങൾ ആൾക്കാരെ ചേർക്കാൻ നടക്കുകയല്ലേ? അപ്പോൾ ഞാൻ ചില സമയത്ത് അതെ, യേശു അവനെ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. യോഹന്നാൻ ശ്ലീഹ അത് പറഞ്ഞിട്ടുണ്ട്. അതാ, നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും അവൻ്റെ പുത്രനായ. അപ്പോൾ കൂട്ടായ്മ ഉണ്ടാകുന്നതിന് ചേർക്കേണ്ടതിനാ. ചേരണം, ആ ബോധ്യം വേണം. ആരോടാ ചേർന്നേ? സഭയോട്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കളുടെ കൂട്ടത്തോട്. കർത്താവിനോട് മാത്രമല്ല കേട്ടോ, കർത്താവുമായിട്ട് നമുക്ക് ബന്ധം വേണമെങ്കിൽ കർത്താവ് ആരാ? സഭയുടെ ആരാ? തല അല്ലേ? അപ്പോൾ കർത്താവ് സഭയുടെ തലയാണെങ്കിൽ നമ്മളാരാ? ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഈ അവയവത്തിന് തലയോട് ബന്ധം വേണമെങ്കിൽ ഏത് ഭാഗമായിട്ട് കണക്റ്റ് ആവണം? ശരീരവുമായിട്ട് ബന്ധം വേണം. ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഈ വിരൽ ചലിക്കുന്നു, തന്നെയാണോ ചലിക്കുന്നത്? സ്വയം ചലിക്കുകയാണോ? ഇഷ്ടത്തിന് ചലിക്കുകയാണോ? നമ്മളൊക്കെ അങ്ങനെ ഇഷ്ടത്തിനാണ് നടക്കുന്നത്. തലയുമായിട്ട് എന്തില്ല? കൊലോസ്യർ 2:18 പറഞ്ഞിട്ടുണ്ട്, തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവർ എന്ന് പറയുന്നുണ്ട്. ഈ തല പറയുക, ഈ വിരൽ ഇങ്ങനെ ആക്കുക. അപ്പോൾ ഈ വിരൽ എന്ത് ചെയ്യും? അതെങ്ങനെയാണ് വന്നേ? തലച്ചോറിനകത്തുനിന്ന് സ്പൈനൽ കോഡ് വഴി, സുഷുമ്നാനാഡി വഴി ഇതിൽ സന്ധികളാലും ഞരമ്പുകളാലും അല്ലേ ഏകീഭവിച്ചും ചൈതന്യം പ്രാപിച്ചു പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നു എന്ന് കൊലോസ്യർ 2:18-19 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സന്ധികളായിട്ട് കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ വിരൽ പറയാതെ തലയായിട്ട് എനിക്ക് ബന്ധമുള്ളൂ. ഈ കൈയുമായിട്ടും ഈ സന്ധികളുമായിട്ടൊന്നും എനിക്കെന്തില്ല, ഞരമ്പോ ഈ അസ്ഥിയായിട്ട് എനിക്കൊന്നും ബന്ധമില്ല. പറ്റുമോ? അതിന് പറ്റുമോ? അങ്ങനെ ഒരു ബന്ധമില്ല കർത്താവുമായിട്ട്. അതൊന്ന് മനസ്സിലാക്കിക്കോ. അങ്ങനെ ഒരു ബന്ധമില്ല. അതിനാണ് സഭയുമായിട്ട്, ദൈവമക്കളുമായിട്ട്, ഈ കൂട്ടായ്മയുമായി. അടുത്ത വാക്കെന്താ? അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു. അപ്പോഴാണ് അപ്പം വിവാഹത്തിലൂടെ അവകാശങ്ങൾ ലഭിച്ചു. ആ ബോധ്യമുള്ള ഒരു ഭാര്യ തൻ്റെ കർത്തവ്യങ്ങൾ എന്ത് ചെയ്യും? നിർവഹിക്കും. അത് അവൾക്കൊരു അഭിമാനമായി, ഒരു ആവേശമായി എപ്പോഴും തോന്നും. അവളെയും അങ്ങനെയുള്ള ഭാര്യയെയും കുടുംബത്തെയും സംരക്ഷിക്കുകയും പോറ്റുകയും പുലർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിൽ ഒരാനന്ദം ഭർത്താവ് എന്ത് ചെയ്യും? എന്നോ അവിടെ മല്ലയുദ്ധം ആണെങ്കിലോ അത് ഈ ബോധ്യത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ആ വെളിച്ചമാകുന്ന കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളെ കീഴ്പ്പെടുത്തുന്ന അനേക അടിമത്വത്തിൽ നിന്ന് നമുക്ക് അനുദിനവും സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് സാധിക്കും. നമ്മൾ നേരിടുന്ന അല്ലെങ്കിൽ നമ്മെ കീഴ്പ്പെടുത്തുന്ന അനേക അടിമത്വങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ച് 1-2 കാര്യങ്ങൾ വേഗത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. തെറ്റായ തത്വങ്ങളിൽ നിന്ന് നാം
സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, അത് നമ്മൾ അനുഭവിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ വെളിച്ചത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മൾ ഇരുട്ടിലായിത്തീരും. അപ്പോൾ ക്രിസ്തുവിനോട് നമ്മൾ വേണ്ടുന്ന വിധത്തിലുള്ള വിധേയത്വം പുലർത്താതിരുന്നാൽ, ഒരു വാക്യം വായിച്ചിട്ട് നമുക്ക് പറയാം. റോമാലേഖനം 6-ാം അധ്യായം. റോമാലേഖനത്തിൽ ഇതെല്ലാം ഉണ്ട്, 6, 7, 8 അധ്യായത്തിൽ കേട്ടോ. അത് നിങ്ങൾ വീണ്ടും വീണ്ടും വായിച്ചാൽ മനസ്സിലാവും. 6-ന്റെ 16, 17 വാക്യങ്ങൾ വായിക്കും. 16, 17, 18. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുവാന് ദാസന്മാരാകുന്നു എന്നറിയുന്നില്ലയോ? ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്നറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ, അല്ലെങ്കിൽ നീതിക്കായി ദൈവത്തിൻ്റെ, അല്ലെങ്കിൽ അനുസരണത്തിൻ്റെ ദാസന്മാർ. രണ്ടിലൊന്നേ ഉള്ളൂ. നമ്മൾ എപ്പോഴും അത് മനസ്സിലാക്കി പോകണം. നേരത്തെ പറഞ്ഞ തത്വം അതിൻ്റെ ഒന്നുകിൽ ഇരുട്ടിൽ അല്ലെങ്കിൽ വെളിച്ചത്തിൽ. നാം ദൈവത്തിൻ്റെ ദാസന്മാരായി, ദൈവത്തിന് അധീനരായി, ദൈവത്തിന് കീഴിലിരിക്കാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ, ഒരു മനുഷ്യന് മനസ്സില്ലെങ്കിൽ, അവൻ തീർച്ചയായിട്ടും അവനെ ആര് കീഴ്പ്പെടുത്തും? പിശാചി കീഴ്പ്പെടുത്തും, അല്ലെങ്കിൽ പാപം അവനെ കീഴ്പ്പെടുത്തും. ഏതെങ്കിലും തോട്ടത്തിൽ എന്താ സംഭവിച്ചത്? ഇത് തന്നെ സംഭവിച്ചത്. എല്ലാം അവന് കാൽ കീഴാക്കി കൊടുത്തു. ആർക്ക്? മനുഷ്യന്. എല്ലാം, സകലത്തിനും, അവൻ്റെ സകല പ്രവൃത്തിക്കും അവനെ അധിപതിയാക്കിയതാണ്. ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടിക്കും മനുഷ്യനെ അധിപതിയാക്കി. പക്ഷെ മനുഷ്യൻ മാത്രം ദൈവത്തിൻ്റെ കീഴിൽ. മനുഷ്യൻ്റെ അധിപതിയാണ് ആര്? ദൈവം. അപ്പോൾ പിശാച് വന്ന് പറഞ്ഞു, എന്തിനാ നീ ഇങ്ങനെ ദൈവത്തിൻ്റെ കീഴിലൊക്കെ ജീവിക്കേണ്ട വല്ല ആവശ്യമുണ്ട്? എല്ലാം നിൻ്റെ കീഴിലാണ്, പക്ഷേ സംതിങ് ഈസ് ലാക്കിങ്. എന്തോ നിനക്കൊരു കുറവുണ്ട്, ഒരു കുഴപ്പമുണ്ട്. എന്തിനാ വെറുതെ ഇപ്പം ഇയാൾ പറയണ മൊത്തം എന്തിനാ അനുസരിക്കണേ? ഇപ്പം നമ്മൾ റീൽസ് കാണുമല്ലോ അല്ലേ? എന്തിനാ ഇപ്പോൾ ചേട്ടൻ പറയുന്ന ഒരു സ്വാതന്ത്ര്യം വേണ്ടേ? അതാ പറയാൻ പോകുന്നത്. തെറ്റായൊരു തത്വം കൊണ്ടുപോകുന്നു. നിന്നെ ആരാക്കാം? നിന്നെ ദൈവമാക്കാം. അപ്പം നിനക്ക് പിന്നെ ആരും നിൻ്റെ മുകളിലുണ്ടാകില്ല. നിന്നെ ഭരിക്കുന്ന ആരും ഉണ്ടാകില്ല. നീ തന്നെ നിന്റെ ദൈവം. നിന്റെ ഇഷ്ടം പോലെ ജീവിക്കാം. തെറ്റായ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ഇല്ലാത്ത സ്വാതന്ത്ര്യം. സത്യത്തിൽ അതെന്തിനായിരുന്നു? ഇല്ലാത്തൊരു സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്ത് അവനെ പിശാചിൻ്റെ അടിമയാക്കി തീർത്തു. ഇന്നും അതാ സംഭവിക്കുന്നത്. അതാണ് നമ്മുടെ പോയിന്റ്. തെറ്റായ തത്വങ്ങളിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കണം. ഒന്നാമത്തേത് സ്വതന്ത്രതാവാദം എന്നുള്ളതാണ്. ലിബറലിസം, സ്വതന്ത്രതാവാദം. പല സ്വതന്ത്രതാവാദങ്ങൾ പറയാറുണ്ട്, പല കാര്യങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ഫ്രീഡം എന്നുള്ള വാക്കാണല്ലോ, ഫ്രീഡം, ഫിനാൻഷ്യൽ ഫ്രീഡം കേട്ടിട്ടില്ലേ? ആ ഫിനാൻഷ്യൽ ഫ്രീഡം, അങ്ങനെ ഒരു ഫ്രീഡം ഉണ്ടോ? അല്ല ബ്രദറെ, നമ്മളത് ഒന്നും കേൾക്കുന്നില്ലേ? റീൽസിലൊക്കെ ഇങ്ങനെ നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകാൻ നമ്മൾ ഇത്ര SIP അല്ലേ? അപ്പോൾ 15 കൊല്ലം കഴിയുമ്പോൾ SIP ഇട്ടോട്ടോ, ഒരു കുഴപ്പമില്ല, നല്ലതാണ്. കിട്ടുന്നതെല്ലാം ചിലവാക്കുന്നത്, കുറച്ചൊരു സൂക്ഷിക്കുന്നതല്ല, കുഴപ്പമില്ല. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞൊരു ഫ്രീഡം ഇല്ല. നിങ്ങൾക്ക് 500 രൂപയാണ് വരുമാനമെങ്കിൽ 500 രൂപ എന്താവും? ചിലവാകും. നിങ്ങൾക്ക് 1000 വരുമാനമെങ്കിൽ 1000 ചിലവാകും. നിങ്ങൾക്ക് വരുമാനം വരുന്നതനുസരിച്ച് നിങ്ങളുടെ ചിലവ് കൂടും. നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല, അങ്ങനെ ഇല്ല. അല്ല ബ്രദറെ, അപ്പോൾ അംബാനിക്കൊക്കെ അവർക്കും ഇല്ല. കാരണം അവർ, നിങ്ങൾ കേട്ടില്ലേ,
നീരവ് മോദി, ലളിത് മോദി, വിജയ് മല്യ, അവരൊക്കെ എവിടെയാ? എവിടെ? അവർ ഓടിപ്പോയി ഇന്ത്യയിൽ നിന്ന്. എന്താ ഓടിപ്പോയി? എത്ര കടം? 25,000 crores, 25,000 കോടി. അപ്പം ഇവരൊക്കെ വലിയ അവർക്ക്. അപ്പോൾ ഒന്ന് നിങ്ങൾ പറഞ്ഞേ, ആത്മാർത്ഥമായി ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടോ? ടെൽ മീ. ഇല്ല. നിങ്ങൾക്കാണുള്ളത്, നമുക്കാണുള്ളത്. ഏതിനിൽ മനുഷ്യനുണ്ടായിരുന്നു യഥാർത്ഥ ഫ്രീഡം? അവനെ പറഞ്ഞു പറ്റിച്ചു. നീ ആരുടെയോ കീഴിലാണ്, നിന്നെ ദൈവത്തെ പോലെ ആക്കാമെന്ന് പറഞ്ഞ് അവനെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോയി. അപ്പം തെറ്റായ തത്വങ്ങളോട് എതിർത്ത് നിൽക്കണം. സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞ് വരുന്നവരെ, അല്ലെങ്കിൽ ആ തത്വങ്ങളോട് എന്ത് ചെയ്യണം? എതിർത്ത്. എനിക്ക് എൻ്റെ കർത്താവിന് എല്ലാം ഉണ്ട്. I have everything in him. I am in him. എല്ലാം ഉണ്ട്. ഒരു ദിവസം ഏഷ്യൻ ന്യൂസിലൊരു, ഞാനിങ്ങനെ വളരെയധികം വാർത്തകളൊക്കെ കാണുന്നവരാണ്. അപ്പം ഒരു ഇൻ്റർവ്യൂ, ഇങ്ങനെ ചാനലിങ്ങനെ മാറ്റി നോക്കിയപ്പോൾ ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ ഒരു ഫിലിം ഡയറക്ടർ, ജിയോ ബേബി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ ഇത് ഇൻ്റർവ്യൂ എന്ന് കേട്ടതാണ്. അപ്പോൾ പുള്ളി പറയുക, അപ്പോൾ ആ ചിത്രത്തിൻ്റെ, ആ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീ അടുക്കളയിൽ കിടന്ന് ഫ്രസ്ട്രേറ്റഡ് ആകുന്നതാണ് അതിൻ്റെ ഇതിവൃത്തം. രാവിലെ എഴുന്നേൽക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, ചായ ഉണ്ടാക്കുന്നു, ഭർത്താവിനും മക്കൾക്കും വേണ്ടി ടിഫിനെല്ലാം ശരിയാക്കി കൊടുക്കുന്നു, ഉച്ചത്തേക്ക് ആഹാരം കൊടുക്കുന്നു, പിന്നെ വസ്ത്രം അലക്കുന്നു, പാത്രം കഴുകുന്നു, വീട് വൃത്തിയാക്കുന്നു. ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ. അതാണ് അതിൻ്റെ. ഒടുവിൽ ഈ സ്ത്രീ എന്ത് ചെയ്യുന്നു? വിവാഹമോചനം നേടുന്നു. അപ്പോൾ ഈ മനുഷ്യൻ ഈ ഇൻ്റർവ്യൂവിൽ പറയുകയാണ്, എൻ്റെ ഈ സിനിമ കണ്ടിട്ട്, ഈ ചെവി കൊണ്ട് കേട്ടതാണ്, എൻ്റെ ഈ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് കേൾക്കാം. എൻ്റെ ഈ സിനിമ കണ്ടിട്ട്, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന ഈ മലയാള സിനിമ കണ്ടിട്ട് കേരളത്തിൽ 10 സ്ത്രീകൾ വിവാഹമോചനം നേടിയാൽ ഞാൻ സംതൃപ്തനായിരുന്നു. സിനിമയൊക്കെ കാണുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. അല്ല ബ്രദറെ, നമുക്കതൊക്കെ ഒന്നുമില്ല. ഇതൊക്കെ എങ്ങോട്ട് കയറും? നമ്മുടെ അകത്തേക്ക്, നമ്മുടെ ബുദ്ധിമണ്ഡലത്തിലേക്ക് ഇത് എന്താ പറയുക, ഇത്തൽ കണ്ണി പോലെ പിടിക്കും. റീൽസ് മാറ്റുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്തിനാണ് 4 ചുമരിനകത്ത് നമ്മുടെ ജീവിതം ദുസ്സഹമാക്കുന്നത്? സ്ത്രീക്ക് സ്വാതന്ത്ര്യമുണ്ട്. സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് 2020 ഇതുപോലെ ടി വി ഞാൻ ഒരു ദിവസം വാർത്ത കണ്ടുകൊണ്ടിരുന്നപ്പോൾ കേരളത്തിൽ സിനിമ എന്താ പറയുന്നത്, അതിൻ്റെ അവാർഡ്, കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്. അപ്പോൾ 2023 ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള അവാർഡ് അബദ്ധവശാൽ കണ്ടതാണ്. അപ്പോൾ അത് ഒരു കാതൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് എനിക്കറിയത്തില്ലല്ലോ. പിറ്റേ ദിവസം വാർത്ത കേട്ടപ്പോൾ KCBC അതിനെ നിശ്ചിതമായി വിമർശിച്ചു. അപ്പോൾ കാതൽ എന്ന് പറയുന്ന സിനിമ എന്ന് പറഞ്ഞാൽ ഹോമോസെക്ച്വാലിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഇദ്ദേഹം തന്നെയാണ് അതിൻ്റെ ഡയറക്ടർ. ഇയാൾ തന്നെയാണ് അതിൻ്റെ ഡയറക്ടർ. ഹോമോസെക്ച്വാലിറ്റിയെ, സ്വവർഗരതയെ പ്രൊമോട്ട് ചെയ്യുന്ന ചിത്രമാണ്, സിനിമയാണത്. അപ്പോൾ തെറ്റായ ആശയങ്ങൾ വരുവാണ്. അതിൻ്റെ സ്വാതന്ത്ര്യമില്ലേ? ഇപ്പോൾ ആണും പെണ്ണും തമ്മിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണുള്ളൂ. ആണും തമ്മിൽ ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ല. സ്വാതന്ത്ര്യമാണ് ഇതിൻ്റെയൊക്കെ. തെറ്റായ സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്ത് അടിമയാക്കുകയാണ് മനുഷ്യനെ, തിന്മയ്ക്ക് അടിമയാക്കുക. അപ്പോൾ സൂക്ഷിക്കണം. മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി ജീവിച്ച് നമ്മുടെ ജീവിതം ഹോമിച്ചു. ആര് പറഞ്ഞു ഹോമിച്ചെന്ന്? ചിലർ ചിന്തിക്കുന്ന നമ്മൾ കണ്ടല്ലേ, എന്താ മസ്സിനഗുഡ് വഴി
പറഞ്ഞ ഊട്ടിക്ക് ബസ്. അത് കഴിയുമ്പോൾ പിന്നെ എവിടെയാണ് പറഞ്ഞത്? വേറെ അല്ല, വേറെ സ്ഥലങ്ങൾ, ട്രാവൽ ബ്ലോഗുകൾ അല്ലേ? ഞങ്ങൾ ഹായ് ബ്രോ, ഞങ്ങൾ ഇവിടെ ആണ്, ഞങ്ങൾ കാശ്മീരിലാണ്, ഞങ്ങൾ ഇവിടെയാണ്. അപ്പം ഇത് കാണുന്നയാളെന്താ ചിന്തിക്കും? നമ്മുടെയൊക്കെ ഒരു ജീവിതം എന്തൊരു ജീവിതം അല്ലേ? അല്ലേ? അതിന് തോന്നിപ്പോവും. എല്ലാവരും ഇങ്ങനെയാണെങ്കിലും എല്ലാ അമ്മമാരും ഭാര്യമാരും ഇങ്ങനെയാണെങ്കിലോ? ആൽബർട്ട് ഐൻസ്റ്റീൻ ഇല്ല, തോമസ് എഡിസൺ ഇല്ല, ലോകത്തിന് നന്മ നൽകിയ, ലോകത്തിൽ അനേക പുരോഗതിയിലേക്ക് നയിച്ച കണ്ടുപിടുത്തങ്ങൾ നൽകിയ, സാമൂഹ്യമായ ഉന്നമനങ്ങൾ നൽകിയ സാംസ്കാരിക നേതാക്കന്മാരില്ല. അതുണ്ടായത് നിങ്ങളെപ്പോലെയുള്ള ഭാര്യമാരും അമ്മമാരും ആ സമൂഹത്തിന് നൽകിയ സേവനമാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തെറ്റായ തത്വങ്ങളിൽ നിന്ന് ഇതിങ്ങനെ ഉരുട്ടി കാണുമ്പോഴേ അതെല്ലാം എടുത്ത് ചങ്കിലേക്ക് വെക്കരുത്, മനസ്സിലേക്ക് വെക്കരുത്. അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. നമ്മുടെ കർത്താവ് നമുക്ക് ആവശ്യമായ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യം നമ്മുടെ ചെറുക്കനെ, നമ്മുടെ 2 മക്കളിലെ ഇളയവന് അവന് തോന്നി എന്ത്, ഇവിടെ എന്തൊരു അപ്പൻ, അങ്ങോട്ട് നോക്കാൻ പറ്റുകയില്ല, ഇങ്ങോട്ട് നോക്കാൻ പറ്റുകയില്ല, എന്തിനും പുള്ളിയോട് പിള്ളേരതല്ലേ ചോദിക്കുന്നത്. എനിക്കിവിടെ ഒരു സ്വാതന്ത്ര്യമല്ലേ? എന്നെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നത് എന്തിനാ? എന്തിനാ വാച്ച് ചെയ്യുന്നത്? അവനെന്ത് ചെയ്തു? സ്വാതന്ത്ര്യം തേടി. അപ്പം ഇവനോട് പറഞ്ഞു കാണും കൂട്ടുകാരൊക്കെ, നിൻ്റെയൊക്കെ ഒരു സ്വാതന്ത്ര്യം ഇല്ലല്ലോടാ, ഞങ്ങളെ കണ്ടുപിടിക്കും. അപ്പം അവരെ കണ്ടുപിടിച്ചു. ഏത് ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അല്ലേ? സ്വതന്ത്ര ഇന്ത്യയിലല്ലേ നമ്മൾ താമസിക്കുന്നത്? എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണോ കിട്ടിയേ? ആണോ? അല്ല. അതുകൊണ്ടാണ് ഇന്ത്യക്ക് എന്തുണ്ട്? ഒരു ഭരണഘടനയുണ്ട്. എന്തും ചെയ്താൽ ആ ഭരണഘടന വെച്ചെന്ത് ചെയ്യും? വിധിക്കും, ഇല്ലേ? അതുകൊണ്ട് വചനം പറയുന്നത് സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കരുത്. സ്വതന്ത്രരായും ദൈവത്തിൻ്റെ ദാസന്മാരായും, 2:14 സ്വതന്ത്രനായ ദൈവത്തിൻ്റെ ദാസന്മാരായും. ഒന്നുകിൽ പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുസരണത്തിൻ്റെ. അപ്പം നമ്മൾ ഏതാ നല്ലത്? കർത്താവിൻ്റെ ദാസന്മാരായിരിക്കുന്നത്. പാപത്തിൻ്റെ ദാസന്മാരായി തിന്മ ചെയ്ത് തിന്മയുടെ ലോകത്തിന് ഒരു മുതൽക്കൂട്ടായി തീരുന്നതിനേക്കാൾ യേശുവിൻ്റെ ദാസന്മാരായി യേശുവിൻ്റെ കർത്തൃത്വത്തിന് കീഴിൽ ആ നിയമവ്യവസ്ഥയ്ക്കകത്ത് വിശുദ്ധിയോടെ ജീവിച്ച് ലോകത്തിനൊരു അനുഗ്രഹമായി ഞാൻ തീരുമെന്ന് ചിന്തിക്കുന്നതല്ലേ നല്ലത്? ചെറുക്കനും മനസ്സിലായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ. മുടിയനായ പത്തൻ്റെ കാര്യമായി പറയുന്നു. അവൻ പോയി അടിച്ചു പൊളിച്ചു, നമ്മുടെ ഭാഷയിൽ തകർത്തു. മസനഗുഡി വഴി ഊട്ടി ഒക്കെ അവൻ കറങ്ങി ചുറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, എന്താ, ഇതല്ല സ്വാതന്ത്ര്യം, ഇതല്ല യഥാർത്ഥ സ്വാതന്ത്ര്യം. അപ്പനോട് കൂടെ അപ്പൻ്റെ സംരക്ഷണയിൽ അപ്പൻ്റെ വീട്ടിൽ താമസിക്കുന്നതാണ്, അപ്പൻ അനുവദിക്കുന്നത് ചെയ്യുന്നതാണ് സ്വാതന്ത്ര്യം. അവൻ എന്ത് വന്നു? സുബോധം വന്നു. ഹി കെയിം ബാക്ക്. ഒന്ന് തിരിച്ചു വരാനുള്ള ദിവസം. തെറ്റായ സ്വാതന്ത്ര്യങ്ങളിൽ നിന്ന്, തെറ്റായ തത്വങ്ങളിൽ നിന്ന് ഇന്ന് തിരിച്ചു വരണം. ചിന്താഗതിയിലാണ് അവൻ വർക്ക് ചെയ്യുന്നത്. സാത്താൻ തത്വങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. അപ്പോൾ
അത് നമ്മൾ കാണുന്ന ഈ അനേക കാര്യങ്ങളെ നമ്മൾ വളരെയധികം സൂക്ഷിക്കുകയും അതിനെ നിർത്തേണ്ടുന്നിടത്ത് നിർത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ പോക്കി അടിയനെ വിടുവിക്കണമേ. എന്താണ് വാക്ക്? ശുദ്ധീകരിക്കണമേ ആണോ? ഓക്കെ. അവിടെ മറഞ്ഞിരിക്കുന്ന പാപം എന്ന് പറയുന്നിടത്ത് പ്രിസംഷ്യസ് സിൻ എന്നാ. പ്രിസംഷ്യസ് സിൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രിസംഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാലേ തോന്നിയാസം എന്നാണ്. തോന്നിയാസം. ഈ നമ്മുടെ ചെറുക്കനുണ്ടല്ലോ, അവന് എന്ത് പറ്റുന്നില്ല? തോന്നിയാസം പറ്റുന്നില്ല. അപ്പം അവൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഇഷ്ടത്തിന്, അല്ലേ നമ്മളൊക്കെ പറയുന്നതല്ലേ, എൻ്റെ ഇഷ്ടമാണ്, ഞാൻ എൻ്റെ ഇഷ്ടത്തിന്. പറഞ്ഞില്ല, എന്തെങ്കിലും വാക്യമുണ്ട്. ഒന്ന് വരുന്നത് 6-ന്റെ 12. അവിടെ ഞാനത് വീണ്ടും പറയും, ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല. ഇവിടെ സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ടെന്ന് പറഞ്ഞാൽ എന്താ? ഇംഗ്ലീഷിൽ വായിക്കാമോ? തിങ്സ് ആർ എന്ന് പറയുന്നത് എന്താ? നിയമാനുവാദം. എനിക്ക് ചെയ്യാനുള്ള നമ്മൾ പറയുന്ന വിഷയമാണ്. എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പനോട് പറഞ്ഞാൽ എനിക്കിവിടെ സ്വാതന്ത്ര്യം ഇല്ലല്ലോ, അപ്പം എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് എന്ത് ചെയ്യണം? എനിക്ക് ജീവിക്കണം, എനിക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞാൽ തോന്നിവാസത്തിന് ജീവിക്കണം. അതാണ് പ്രിസംഷ്യസ് സിൻ. അപ്പോൾ ഈ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അത് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റി, വെളിച്ചത്തിൽ നിന്ന് അകറ്റി തിന്മയുടെ അടിമകളാക്കി തീർക്കും. നമ്മിൽ നിന്ന് തിന്മ ബഹിർഗമിക്കും. നമ്മൾ സ്വയം അടിമകളും മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്നവരുമായി തീരും. കർത്താവ് നമ്മെ തൻ്റെ കർത്തൃത്വത്തിലേക്ക് കൊണ്ടുവന്നത് എന്തിനാണെന്നറിയാമോ? നമുക്ക് നന്മയുണ്ടാകാൻ. അപ്പം അവനോട് പറഞ്ഞത്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, അതാണ് നമ്മെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കർത്താവ് കൊണ്ടുപോകുന്നത്. നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മളിലൂടെ മറ്റുള്ളവരെയും അനുഗ്രഹിക്കാൻ, നാം മറ്റുള്ളവർക്കൊരു നന്മയായി തീരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവന് നമ്മൾ പറഞ്ഞ ചെറുക്കനുണ്ടല്ലോ, അവൻ്റെ ജീവിതവും നശിച്ചു, അവൻ പോകാതെ മറ്റുള്ളവർക്കും ദോഷമുണ്ടാകുന്നു. പക്ഷെ അവൻ എന്ത് ചെയ്തു? തിരിച്ച് മുന്നോട്ട് പോകാം. അതുകൊണ്ട് ഇന്ന് ആ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൻ്റെ അതിർവരമ്പുകൾ ലംഘിക്കാതെ നാം ലംഘിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് മടങ്ങിവരവിൻ്റെ ഒരു ദിവസമായി തീരുവാൻ കർത്താവിനെ സഹായിക്കും. മറ്റൊരു കാര്യമാണ് ദുരഭിമാനത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. ദുരഭിമാനം പലർക്കും എന്താണ് ഒരു തെറ്റായ അഭിമാനബോധത്തിലാണ് അനേകർ ജീവിക്കുന്നത്. ആ ഒരു എന്താ പറയുന്നത്, എസ്റ്റീംഡ് ലൈഫ് നയിച്ച് ഞാൻ വലിയൊരാളാണ്, ഞാൻ മറ്റുള്ളവരുടെ ബഹുമാനത്തിന് അർഹനാണ് എന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ഒരു വെമ്പൽ, അതിനു വേണ്ടിയുള്ള പരക്കം പാച്ചിലാണ് ലോകത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ യേശുക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യത്തിൽ ഇതുണ്ട്. എന്തുണ്ട്? ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളാരാ അത് പറഞ്ഞേ. ആദ്യം നമ്മൾ ചോദിക്കണേ, നീ ആരാന്നാ നിൻ്റെ വിചാരം?
അത് പറഞ്ഞേ. ആരാ? ഞാൻ വിശുദ്ധനാണ്. കൊരിന്തിലുള്ള വിശുദ്ധന്മാർ, എഫെസോസിലുള്ള വിശുദ്ധനാണ്. അതുകൊണ്ട് എന്താ സഹോദര പ്രയോജനം? എന്താ കാര്യം? ആ ദൈവത്തിനറിയുന്ന ദൈവമാണ് അറിയേണ്ടത്. ദൈവം പറയുന്നു, മകനെ നീ വിശുദ്ധനാണ്, നീ നീതിമാനാണ്, നീ ദൈവമകനാണ്. ദൈവം എനിക്കൊരു വില കൽപ്പിച്ചിട്ടുണ്ട്. ദൈവം എനിക്കൊരു അഭിമാന ബോധം നൽകി. ഞാൻ ആരാണെന്നുള്ളത് അനുസരിച്ചല്ല ഈ അഭിമാന ബോധം ഉണ്ടാകുന്നത്. അപ്പം ഞാൻ ആണ്, എനിക്കൊരു അഭിമാന ബോധമുണ്ട്. അത് മറ്റുള്ളവർ അംഗീകരിക്കണമെന്നോ വകവെച്ച് തരണമെന്നോ ഒരു ആവശ്യവും എനിക്ക് ഇല്ല, ഒരു നിർബന്ധമില്ല. ബ്രദർ നന്നായിട്ട് ഇബ്രാഹിമൊക്കെ നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. നല്ല ക്ലാസ്സാണ് ബ്രദറെ. ദൈവത്തിന് മഹത്വം. രണ്ട് വാക്ക് കൂട്ടിപ്പറയാൻ അറിയാത്ത, സഭാകമ്പമുള്ള, മുട്ടെല്ലാം കൂട്ടിയിടിക്കുന്ന, ഒരു വിവേകവും വിവരവും ബുദ്ധിയുമില്ലാത്ത എന്നെക്കൊണ്ട് ദൈവം അത് ചെയ്യിപ്പിക്കുന്നതാണ്. അത് ദൈവത്തിൻ്റെ കൃപയാണ്. ഞാൻ കർത്താവിൻ്റെതാണ്. എനിക്ക് പ്രശംസിക്കാൻ ഒന്നും ഇല്ല. ദൈവമാണ് എൻ്റെ എല്ലാ കാര്യങ്ങളുടെയും ഉടമസ്ഥൻ. ഒരു ദേവദാസൻ പറഞ്ഞ വാക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളതാണ്. മനുഷ്യർ നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, നിന്നെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നീ ഓർക്കുക നീ ആരാണെന്ന്. നീ ആരാണ്? മോശമാണെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ല, നല്ല എന്ന് പറഞ്ഞാലും ഉയരുന്നില്ല. നമ്മളെ കുറിച്ച് ആരെങ്കിലും മോശമെന്ന് പറഞ്ഞാലും വിവരം അറിയും അല്ലേ? പിന്നെ നമ്മളെ സ്ഥാപിക്കാൻ ശ്രമിക്കും. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും എന്തിനും മറ്റുള്ളവരെക്കാൾ നല്ലവരാണെന്ന് കാണിക്കാൻ നമ്മുടെ വാഹനം കൊണ്ട് സാധിക്കുമോ? നമ്മുടെ വീടാണോ അതിൻ്റെ ആധാരം? നമ്മൾ നല്ലവരാണെന്നും വലിയവരാണെന്നുള്ളതിൻ്റെ തെളിവ് നമ്മുടെ വീടിൻ്റെ വലിപ്പമോ നമ്മുടെ കാറിൻ്റെ വിലയോ അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യമോ വിദ്യാഭ്യാസമോ ജോലിയോ ഒന്നുമല്ല. നാം ക്രിസ്തുവിൽ അനുഭവിക്കുന്ന ഈ എന്താ പറയുന്ന ഭൗതികവുമായതും ആത്മീകവുമായ സ്വാതന്ത്ര്യമാണ്. ഇങ്ങനെയുള്ള വികലമായ ചിന്താഗതികൾക്ക് അടിമയാണ് നമ്മളെങ്കിൽ എന്ത് പ്രയോജനം? അല്ല, പ്രയോജനമുണ്ടോ? ഒരു ഗുണമില്ല. കർത്താവ് അതിൽ നമുക്ക് എന്ത് നൽകി? സ്വാതന്ത്ര്യം നൽകി. ആളുകൾ ജയ് വിളിച്ചു, ഒരു പ്രകടനം നടത്തി ഇസ്രായേലിൽ. എന്താ? ശൗൽ 1000, ദാവീദ് അന്ന് തുടങ്ങി. ഇല്ല, കാര്യമുണ്ടോ? ശൗലിൻ്റെ ആത്മാവുണ്ടോ? ദുരഭിമാനം. അതിൽ നിന്ന് വേണം സ്വാതന്ത്ര്യം. എപ്പോൾ കിട്ടും? അടുത്ത് നിന്നാൽ വെളിച്ചത്തോട് കർത്താവിനോട് അടുത്ത്. എൻ്റെ കർത്താവ് എനിക്ക് മതിയായവനാണ്. മറ്റുള്ളവർ വലുതായിക്കോട്ടെ, മറ്റുള്ളവർ എന്നെക്കാളും നന്നായി പ്രസംഗിക്കട്ടെ, ബൈബിൾ ക്ലാസ് എടുക്കട്ടെ, എന്നെക്കാളും നല്ല ജോലിയിലേക്ക് മറ്റുള്ളവർ പോകട്ടെ, എൻ്റെ മകനേക്കാൾ കൂടുതൽ മാർക്ക് അടുത്ത വീട്ടിലെ കുട്ടിക്ക് കിട്ടട്ടെ, ആ മക്കൾക്ക് എല്ലാത്തിലും A+ കിട്ടട്ടെ, അവിടെ എല്ലാത്തിനും A+ കിട്ടാൻ ഇവിടെ കൊച്ചിന് ഇരിക്കപ്പുറത്തില്ല, ചവിട്ടി കൂട്ടുക കൊച്ചിന്. ഈ നമ്മളെ കൊച്ചിന് സമാധാനമില്ല, അയൽപക്കത്തെ വീട്ടിലെ കൊച്ചിന് A+ കിട്ടിയാൽ. എന്താ കാരണം? ഈ ദുരഭിമാനം, ഈഗോ. അതിൽ നിന്ന് എന്ത് വേണം? കാരണം ഇതിങ്ങനെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇത് കിടന്ന് കറങ്ങുക. അതിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മറ്റൊരു കാര്യമാണ്, 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന് 5-ാം വാക്യം. 2 തിമോത്തിയോസ് 3-ാം അധ്യായം 5-ാം വാക്യം. ലോകപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് തൊട്ട് മേളിൽ നിന്ന് വായിക്കണേ. ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ലോകപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ലഭിക്കുന്നവരുമായിരിക്കും. കണ്ടോ? അവിടെ ഒരു കൂട്ടം ആളുകളെ കുറിച്ച് പറഞ്ഞിരിക്കുക. ആരാണ്? ഭോഗപ്രിയർ.
തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്ന് കളയാതിരിപ്പാൻ. അവിടെ കവർന്ന് കളയുക, തത്വങ്ങൾ, ലോകത്തിൻ്റെ തത്വങ്ങൾക്ക് അടിമകളാകാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഈ സെഷനിലെ ഹെഡിങ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പല തത്വങ്ങൾ. അപ്പോൾ അതിലൊരു തത്വമാണ് ഈ തത്വജ്ഞാന വിഭാഗങ്ങളിൽ, അതായത് ഗ്രീസിലെ അനേക തത്വജ്ഞാന ശാഖകളിൽ ഒന്നായിരുന്നു. തത്വജ്ഞാനികളുടെ നാടാണോ സോക്രട്ടീസിൻ്റെ നാട്. സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ. ഓക്കെ. അപ്പോൾ ആ തത്വജ്ഞാനികളുടെ നാട്ടിലെ അനേക തത്വശാഖകളിൽ ഒന്നായിരുന്നു എപ്പിക്കൂരിയനിസം. എപ്പിക്കൂരിയനും സ്തോയിക്കരും അവനോട് വാദിച്ചു, നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എപ്പിക്കൂരിയനിസം എന്താ അവരുടെ തത്വം എന്താ? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ. അതാണ് ഈ ഭോഗപ്രിയർ എന്ന് പറയുന്നത്. ഇന്നത്തെ ലോകം അതാണല്ലോ പറഞ്ഞിരിക്കുന്നത് 3-1. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. നമുക്ക് കുഴിമന്തി കഴിക്കണ്ടേ? ഇന്ന് നമുക്ക് എന്താ വേണ്ട? ഇന്ന് വീട്ടിൽ ചോറ് വേണ്ട, നമുക്ക് കുഴിമന്തി പറഞ്ഞേ അൽഫാമും കഴിക്കാം. അപ്പം നമുക്ക് ഇന്നത് കഴിക്കാൻ പോകും. അപ്പോൾ കുറേ നാൾ ആ ഒരു 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 പ്രത്യേക ഹോട്ടലിൽ പോയി കഴിച്ചു. ഇവിടുത്തെ ശരിയല്ല. അപ്പോഴത്തേനും അത് മോശമായി. എന്നിട്ട് എന്ത് ചെയ്തു? എൻ്റെ കൂട്ടുകാർ പോയി. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ, ഇതൊക്കെ ശ്രദ്ധിക്കണേ, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ 80 രൂപയ്ക്കും 100 രൂപയ്ക്കും ഒക്കെയാണ് ഡെയിലി എന്ത് ചെയ്യുന്നത്? സ്നാക്സും കൂൾ ഡ്രിങ്ക്സും ഒക്കെ കഴിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കൊതിയാണ് അല്ലേ? കൊതി. ഈ നാട്ടിൻ പ്രദേശത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ കോഴി ഉണ്ടായിരുന്നു, വളർത്തു. ഇതിനെ കൊല്ലുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ വല്ല വിരുന്നുകാരൊക്കെ നമ്മൾ ഇതിനെ ഓടിച്ചിട്ട് പിടിച്ചൊക്കെ ഇതിനെ കൊല്ലുന്നത്. ലാസ്റ്റ് 2 കോഴിൻ്റെ അന്ന് കഴിഞ്ഞ ആഴ്ച അതിനെ അവസാനിപ്പിച്ചു. കോഴി കഴിഞ്ഞു. അപ്പോൾ ഈ കാട്ടുമൃഗങ്ങളാണ് നിറച്ചത്. അതിന് മുമ്പായിരുന്നു ഇവിടെ വന്നെങ്കിൽ തന്നിട്ടായിരുന്നു അന്നേനെ. അപ്പോൾ അതൊരു കൊതിയാണ് കഴിക്കാൻ. ഇപ്പം എന്തില്ല, ഒന്നിനോടും ഒരു പുതിയ കാര്യങ്ങൾ കഴിക്കണം, പുതിയ സ്ഥലങ്ങളിലേക്ക് പോകണം, ഭോഗപ്രിയരായി. അന്ത്യകാലത്ത് മനുഷ്യനാരാകും? ഭോഗങ്ങൾക്ക് അടിമകളാകും, ഭോഗപ്രിയരാകും. അമ്മ ഉണ്ടാക്കുന്ന ആഹാരത്തിന് ഒരു എന്തിനാ അമ്മ എങ്ങനെയൊക്കെ ഭോഗപ്രിയരായിത്തീരും. അവർക്ക് എല്ലാറ്റിനോടും ഒരു ആസക്തി. നമ്മൾ പ്രസംഗിക്കില്ലേ, നമ്മൾ കവലയിൽ പോയിട്ട് എന്തിൽ നിന്ന് വിടുതൽ തരും? യേശു മദ്യാസക്തിയിൽ നിന്ന്, ലഹരിയിൽ നിന്ന് നമ്മളെവിടെ പ്രസംഗിക്കണം? ആസക്തി എന്ന് പറയുന്നത് അഡിക്ഷൻ എന്ന് പറയുന്നത് കേവലം ലഹരിയും എന്താ പറയുന്നത് മദ്യം മാത്രമല്ല, ആണോ? പല കാര്യങ്ങൾക്കും നമ്മൾ അടിമകളാണ്, അഡിക്റ്റഡാണ്. വഴക്ക് ഇത് ഉദാഹരണങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. വടക്കേന്ത്യയിൽ ടീം വർക്കിന് പോയി. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഒരു സൗരം പറഞ്ഞു. അപ്പോൾ ഒരു ഗ്രാമത്തിലെ പ്രവർത്തനമൊക്കെ കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകും, ഒരു പട്ടണത്തിൽ കൂടെ വൈകുന്നേരം രാത്രി പോവുക. അപ്പോൾ ആഹാരം കഴിക്കുന്ന സമയമായി. എനിക്ക് നോൺ വേണം. പുള്ളി വഴക്കായി. നോൺ ഉള്ളിടത്തേ കഴിക്കാൻ പറ്റൂ. ട്രെയിനിൽ വരികയാണ്. ഈ അടുത്ത സംഭവിച്ചൊരു കാര്യമാണ്. ട്രെയിനിൽ വരുമ്പോൾ രാത്രി അല്പം വൈകി, 11 മണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇതൊരു പ്രായമുള്ള ഒരു വയോധികനായ ഒരു പിതാവ്. അപ്പോൾ ഐസ്ക്രീംകാരൻ പോയപ്പോൾ പുള്ളി 2 ഐസ്ക്രീം മേടിച്ചു. 2 ഐസ്ക്രീം. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, ഓക്കെ ആൾ 2 മേടിച്ച്. പുള്ളി ചിലപ്പോൾ ഷുഗർ പേഷ്യൻ്റ് ആയിരിക്കും. വീട്ടിൽ ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവില്ല. ആസക്തി. അതിനെന്ത് ചെയ്യാൻ കഴിയുന്നില്ല? ആഹാരത്തോട്, വസ്ത്രത്തോട്, പണത്തോട്,
ദ്രവ്യാസക്തി ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. ദ്രവ്യാസക്തി എന്തും ചെയ്യും, പണം കിട്ടാൻ എന്തും പറ്റിക്കും. ഒരു കോടിയിലധികം രൂപ പറ്റിച്ച ഒരു സഹോദരനെ എനിക്കറിയാം. ആളുകളെ വഞ്ചിക്കും, എന്തും ചെയ്യും. ആസക്തി അത് പോകണമെങ്കിൽ, ഭോഗപ്രിയത്വം, ആസക്തി ഇല്ലാതെ ആയിത്തീരണമെങ്കിൽ നമുക്ക് വായിക്കാം. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 13-ാം, നമുക്ക് അറിയാവുന്ന വായിക്കാം. പക്ഷെ ഒന്ന് ചിന്തിക്കും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. ഓ സ്തോത്രം. എന്തിനാ മതിയാകുന്നേ? അവിടെ പറയുന്നത് ഐ ക്യാൻ, അല്ലേ? ഐ ക്യാൻ, എനിക്ക് കഴിയും. നമ്മൾ സാധാരണ ഈ മോട്ടിവേഷൻ, മക്കളെയൊക്കെ മോട്ടിവേഷന് പറഞ്ഞു വിടുന്നതല്ലേ, മോട്ടിവേഷൻ ക്ലാസ്സിൽ. അപ്പോൾ അവിടെ അവർ മോട്ടിവേറ്റ് ചെയ്യും. യു ക്യാൻ, നിനക്ക് അതിനുള്ള എന്തുണ്ട്, നിന്നിൽ എന്തുണ്ട്, എന്താ പറഞ്ഞ പവറുണ്ട്, കപ്പാസിറ്റി ഉണ്ട്, എബിലിറ്റി ഉണ്ട്, നിനക്കുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞാൽ അവരും ഈ കൊച്ചിനെന്ത് ചെയ്യും? മോട്ടിവേറ്റ് ചെയ്യാണ്. അതിനെന്താ പറയുന്നത്? ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ് കൊടുക്കുകയാണ്. മണ്ടത്തര വചനം പറയുന്നതല്ല. ഐ ക്യാൻ ബട്ട് ത്രൂ ഹിം. ആത്മവിശ്വാസമല്ല മക്കൾക്ക് കൊടുക്കണ്ടേ, പിന്നെന്താ? വിശ്വാസമാണ്. വിശ്വാസം, ആത്മവിശ്വാസമല്ല, വിശ്വാസമാണ്. ആത്മവിശ്വാസവും അഹങ്കാരവും തമ്മിൽ വലിയ അന്തരമൊന്നും ഇല്ല. എനിക്ക് പറ്റും. പക്ഷെ നമ്മൾ പറയുന്നതാ, എനിക്ക് പറ്റില്ല, എന്നാൽ എനിക്ക് പറ്റും, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം. അപ്പം എന്തിനു പറ്റും? അതാ അവിടുത്തെ വിഷയം, അതാ പറയണ്ടേ. എനിക്ക് സാധിക്കും. എന്ത് സാധിക്കും? 25,000 രൂപ ശമ്പളം ലഭിക്കുന്ന ജോലി ചെയ്യാനേ എനിക്ക് സാധിക്കുള്ളൂ. പക്ഷേ കർത്താവ് എന്നെ ശക്തനാക്കി 1,00,000 ശമ്പളം കിട്ടുന്ന, സാലറി കിട്ടുന്ന ജോലിയിലേക്ക് എന്നെ കർത്താവ് നയിക്കും, ശക്തനാക്കും. കർത്താവ് എന്നെ ടെക്സാസിലേക്ക് കൊണ്ടുപോകും, ശക്തനാക്കും. അതാണോ? അതല്ല. മേളിൽ വായിച്ച് മോനെ, മേളിൽ വായിച്ച മോനെ, അതിൻ്റെ മുകളിൽ 12. തൃപ്തനായിരിക്കാനും വിശന്നിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. എന്താ മനസ്സിലായി? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും സാധിക്കും. എന്ത് സാധിക്കും? 50,000 ജോലിയാണെങ്കിൽ തൃപ്തനായിട്ടിരിക്കാൻ എനിക്ക് അറിയാം. 10,000 ജോലിയാണെങ്കിലും ആ പണം കൊണ്ട് ജീവിക്കാൻ ഞാൻ, അവിടുത്തെ വാക്ക് പറയാവോ? ശീലിച്ചിട്ടുണ്ട്. അയ്യോ, കടം കടത്തിൻ്റെ കൂടായി ബ്രദറെ, അതിൻ്റെ ആവശ്യമില്ലേ. 500 രൂപ ശമ്പളം കിട്ടുമ്പോൾ 1,500 കിട്ടിയപ്പോൾ ജീവിച്ചതുപോലെ മണി മാനേജ്മെൻറ്റ് നടത്തി കൃത്യമായി ജീവിക്കാൻ എന്ത് ചെയ്യണം? അവിടുത്തെ 2 വാക്കൊന്ന് പറഞ്ഞേ. ശീലിക്കണം, പഠിക്കണം. അതിനെനിക്ക് ശക്തിയുണ്ട്. അതിനായ കർത്താവ് എന്നെ ശക്തനാക്കും. ഭോഗപ്രിയരായാൽ ആസക്തി ഉണ്ടെങ്കിൽ അതിന് സാധിക്കില്ല. ഓ സ്തോത്രം. പൗലോസ്ലീഹ പറഞ്ഞു കേട്ടോ. ആരാ പൗലോസ്ലീഹ? അടി കൊള്ളും, പട്ടിണി കിടക്കേണ്ട ആവശ്യമുള്ള ആളാണോ? അല്ല. പക്ഷെ കർത്താവിലേക്ക് വന്നപ്പോൾ താൻ ആസക്തിയിൽ നിന്ന് സ്വതന്ത്രനായി. ഉപദേശിമാരടക്കം എന്താ ആസക്തികൾക്ക് നമ്മൾ സൊസൈറ്റിക്ക് കവലയിൽ നിന്ന് എന്ത് മദ്യാസക്തിയിൽ നിന്ന്, ലഹരിയുടെ ആസക്തിയിൽ നിന്നൊക്കെ
മോചനം പ്രാപിക്കുക. പല ആസക്തികൾക്കും എന്താണ്? അടിമകളാണ്. ബൈക്കിലേക്ക് കയറുമ്പോൾ എന്തൊരു ബൈക്കാണിത്, അതിലെന്തില്ല? സംതൃപ്തി ഇല്ല, തൃപ്തിയില്ല. തൃപ്തനായിരിക്കാനും ഞാൻ കർത്താവേ സ്തോത്രം, ഒരു ബൈക്ക് തന്നല്ലോ. ഒരു 15 കൊല്ലം പഴക്കമുള്ളതാണെങ്കിൽ ഒരു ബൈക്ക് എനിക്ക് തന്നല്ലോ, സ്തോത്രം. ഒരു 14 കൊല്ലം പഴക്കമുള്ള ഒരു കാറാണെങ്കിലും എനിക്ക് തന്നല്ലോ, സ്തോത്രം എന്ന് പറയുന്നുണ്ടോ? എന്താ നന്ദിയില്ലാത്തവരായിത്തീരുന്നതിൻ്റെ കാരണം എന്താണ്? എന്താണ്? ആസക്തി, തൃപ്തിയില്ലായ്മ, ഡിസ്കണ്ടൻമെന്റ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. കർത്താവ് എനിക്ക് തുണ, ഞാൻ ആരെ പേടിക്കും? ആസക്തിയുള്ളവർക്ക് ഒരിക്കലും ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ കുഴിമന്തി കഴിക്കുന്ന കാര്യം. 10 ദിവസം കഴിച്ച് കഴിയുമ്പോൾ പിന്നെ തൃപ്തിയില്ലാതെ പിന്നെ പുതിയത് ഇടും. അങ്ങനെ ഒരിക്കലും ചെന്നെത്താൻ അല്ലെങ്കിൽ എങ്ങും മുട്ടാത്ത ഒരു ജീവിതത്തിൻ്റെ ഉടമയായിത്തീരും. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിച്ചുകൊണ്ട് ഒന്നും ലഭിക്കുന്നു. എന്തുകൊണ്ടാണ് പ്രാർത്ഥന കേൾക്കാത്തത്? ദൈവം പ്രാർത്ഥന കേൾക്കാത്തതിൻ്റെ പല കാരണങ്ങളിൽ ഒരു കാരണം ഇവിടെയുണ്ട്. ദൈവം പ്രാർത്ഥന കേൾക്കാത്തതിൻ്റെ പല കാരണങ്ങളിൽ ഒരു കാരണം എന്താണ്? ഭയങ്കര യാതനയാണ്, വല്ലാത്ത യാതനയാണ്. പക്ഷേ ഉദ്ദേശം എന്താ? ആസക്തി, ഭോഗങ്ങളിൽ ഭോഗപ്രിയരായി, ദൈവപ്രിയമില്ലാത്തവരായി ഭോഗപ്രിയരായിത്തീരുന്നു. ദൈവത്തിൻ്റെ അധീനതയിലല്ല, പല വസ്തുവകകളുടെയും അധീനതയില്ല. ദൈവപ്രിയമില്ല, ഭോഗപ്രിയമാണ്. അപ്പോൾ ആ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിനെ യാചിക്കുന്നു. നേരത്തെ വായിച്ച വാക്യം വീണ്ടും ആവർത്തിച്ച് വായിക്കണം. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. അതിന് താഴേക്ക് നമുക്ക് വായിക്കാം. സകലത്തിലും എനിക്ക് കർത്തവ്യം ഉണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല. കണ്ടോ? സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല, യാതൊന്നിൻ്റെയും അടിമയാകുകയില്ല, യാതൊന്നിൻ്റെയും കീഴിലേക്ക് ഞാൻ വരികയില്ല. എനിക്ക് വേണമെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ്, അതല്ലേ പിള്ളേർ ചോദിക്കുന്നത്, ഇതിട്ടാൽ എന്താ കുഴപ്പം? ഇന്ന ഡ്രസ്സ് ഇടാൻ പാടുമെന്ന് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ? വേദപുസ്തകത്തിൽ അല്ലേ? അങ്ങനെയല്ലേ പിള്ളേർ ചോദിക്കുക. ഞാൻ സ്ലീവ്ലെസ് ഇടും, ഞാൻ ഇതിങ്ങനെ ഊരിപ്പോകുന്ന ജീൻസും പാൻറ്റും ഞാൻ ഇടും, എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ മുടി വെട്ടും. ഇന്നതുപോലെ വെട്ടുന്നതാണ് മാന്യമായ മുടി വെട്ടുന്നത് എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? എന്നിട്ടൊരു 10-30 വയസ്സ് 35 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും പുള്ളി എന്ത് ചെയ്യും? എന്താവും? പിന്നെ ശരിക്ക് അപ്പോഴത്തേനും മനസ്സിലാവും. അപ്പോൾ അവിടെ അത് പ്രത്യേകിച്ച് എഴുതി വെക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞത്. തിങ്സ് ആർ ലോഫുൾ ടു മീ, ഈവൻ ദോ തിങ്സ് ആർ ലോഫുൾ ടു മീ, എവറിതിങ്സ് ആർ നോട്ട് പ്രോഫിറ്റബിൾ. എനിക്ക് പ്രയോജനമുള്ളത് അല്ല. അവിടെ 10-ാം അധ്യായത്തിൽ 23-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാം എനിക്ക് ആത്മീക വർധന വരുത്തുന്നില്ല. അപ്പോൾ ആത്മീക വർധന വരുത്താത്തതും എനിക്ക് പ്രയോജനമില്ലാത്തതുമായ കാര്യങ്ങൾ എനിക്ക് ഒരു സ്വതന്ത്ര ഇന്ത്യയിൽ താമസിക്കുമ്പോൾ ചെയ്യാൻ കഴിയുന്ന നിയമാനുവാദമുള്ള പല കാര്യങ്ങളും എനിക്ക് ആത്മീയവർദ്ധന, മറ്റുള്ളവർക്ക് ആത്മീയവർദ്ധന വരുത്താത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല. ഞാൻ അതിനെ എന്നെ തന്നെ ഏൽപ്പിച്ച് കൊടുക്കില്ല, യാതൊന്നിനും അധീനനാകില്ല. അതിലൊരു കാര്യമാണ് ഇവിടെ 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 13-ാം വാക്യം 6-13. ഭോജ്യങ്ങൾ എന്തിനാ? നമ്മൾ ഇതൊക്കെ ഈ അനുഭവത്തിലുള്ളത് കൊണ്ടാണ് ഈ ഉദാഹരണങ്ങൾ പറയുന്നത്. ഭയങ്കര
ഷുഗർ, ഭയങ്കര ഷുഗർ. 4 പൊറോട്ടയും 2 ബീഫാണ് കഴിക്കും. ഉള്ള കാര്യം പറഞ്ഞു, നിരന്തരം വല്ലപ്പോഴും കഴിക്കുന്ന കാര്യം. അപ്പോൾ പൊറോട്ടയുടെ ദോഷങ്ങളെക്കുറിച്ച് പുള്ളിയോട് പറഞ്ഞാൽ പുള്ളി എന്ത് ചെയ്യും? ക്ലാസ് എടുക്കും, ഒരു 3 മണിക്കൂർ ക്ലാസ് എടുക്കും. ഇതൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയും, നമ്മൾ ആഹാരം എടുക്കുമ്പോൾ ചോറ് കുറച്ച് കഴിക്കണം, ആ പ്ലേറ്റിനെ 3ആയിട്ട് വിഭാഗിച്ചിട്ട് പച്ചക്കറികൾ അധികം കഴിക്കണം, ഒരു അല്പം ചോറ്, പിന്നെ ബാക്കിയുള്ളത് നമ്മൾ കഴിക്കുന്ന മറ്റുള്ള കറികൾ, അങ്ങനെയൊക്കെ ഇത് നമ്മളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയോ. ലാസ്റ്റ് പറയും, എൻ്റെ ബ്രദറെ ആകെ ഒരു ജീവിതമേ ഉള്ളൂ, ഇഷ്ടമുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ തത്വജ്ഞാനി ഏതാ കൂട്ടം? ഏതാന്ന് പറഞ്ഞേ? എപ്പിക്കൂരിയനിസം. ഒരു എപ്പിക്കൂരിയൻ ഇവിടെ ഉണ്ടല്ലോ, ഒരു ക്രേത്തനിവിടെ. ഭോജ്യങ്ങൾ വയറിനുമുള്ളതാണ്. ശരിയാ. ഇത് അപ്പോൾ ഇതൊക്കെ കഴിക്കാനുള്ളതല്ലേ ബ്രദറെ? പിന്നെ എന്തിനാ ഇത്? അത് കഴിക്കാനുള്ളതാ. പക്ഷേ എന്ത് പറ്റും ഇതിന്? അത് തൊട്ട് മേളിലും താഴത്തെ വായിക്കണം. അതാണ് നമ്മൾ വായിച്ചത്. എന്തല്ല പ്രയോജനമുള്ളത്? എൻ്റെ ശരീരത്തിന് എന്തുമാത്രം കലോറി ആവശ്യമുണ്ട്, ഊർജം ആവശ്യമുണ്ട്, എന്തുമാത്രം ഫാറ്റും വൈറ്റമിൻസ് ആവശ്യമുണ്ട്. എൻ്റെ ആൾക്കാരല്ലേ നിങ്ങൾ? അതനുസരിച്ചാണ് വേണ്ടത് കഴിക്കേണ്ടത്. അല്ലാതെ അവിടെ ഫാസ്റ്റ് ഫുഡുകാരൻ നിരത്തി വെച്ചിരിക്കുന്ന സകല സാധനം പോയി കഴിക്കണമെന്നല്ല. അത് ആസക്തിയാണ്. എന്താണ്? ഫാസ്റ്റ് ഫുഡ് ഈസ് യുവർ ലാസ്റ്റ് ഫുഡ്. ഫാസ്റ്റ് ഫുഡ് നിൻ്റെ ലാസ്റ്റ് ഫുഡായിരിക്കുമെന്ന്. അപ്പോൾ ആ ആസക്തിയിൽ നിന്ന് എന്ത് നേടണം? സ്വാതന്ത്ര്യം നേടണം. അത് കർത്താവിൽ നാം ആശ്രയിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ്. ദൈവത്തിന് സ്തോത്രം. ആത്മീക വർധന വരുത്തുന്ന കാര്യങ്ങളോട് ഒരു ആത്മാർത്ഥതയും അതിനോടുള്ള ഒരു സ്നേഹവും അഭിവാഞ്ചിയും നമ്മിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഞാൻ യാതൊന്നിനും എന്താകയില്ല, അധീനൻ ആകയില്ല. ഈ കൊരിന്ത്യലേഖനത്തിൽ തന്നെ ഒരു വാക്യം കൂടെ വായിക്കാം. 3-ാം അധ്യായത്തിൻ്റെ 1-3-21 മുതലുള്ള വാക്യം. ആകയാൽ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്, സകലവും നിങ്ങൾക്കുള്ളതല്ലോ. പൗലോസോ അപ്പല്ലോസോ കേഫാവോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും നിങ്ങൾക്കുള്ളത്. നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവർ. മതി. ആരുടെയും ഞാൻ യാതൊന്നിനും അധീനനാകില്ലെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും എന്താകില്ല. ഒരു സഹോദരൻ നന്നായി പ്രസംഗിക്കുന്നു, ക്ലാസ് എടുക്കുന്നു, പിന്നെ ആളുടെ ഫാൻസായി അല്ലേ? അതാണോ? അതവിടെ പറഞ്ഞത്. ഞാൻ പൗലോസിനോ കേപ്പാവിനോ നിങ്ങൾ ആർക്കുള്ളതാ? നിങ്ങൾ ആർക്കുള്ളതാ? ക്രിസ്തുവിനുള്ള. അവരൊക്കെ നിങ്ങൾക്ക് ഉള്ളവരാണ്. നിങ്ങൾ അവരുടെ അല്ല. നിങ്ങൾ അവരുടെ ഫാൻസ്, അവരുടെ പിന്നാലെ അവരെ നോക്കി അവരെന്ത് ചെയ്യുന്നു, അവരെങ്ങനെ പ്രസംഗിക്കുന്നു, അവരെങ്ങനെ കാര്യം ചലിപ്പിക്കുന്നു, അത് നോക്കി ജീവിക്കേണ്ടവരല്ല നിങ്ങൾ ആരുടെയാണ്? ക്രിസ്തുവിൻ്റെ ദാസന്മാരാണ്, ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് കീഴിലുള്ളവരാണ്. അവരെ അല്ല നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾ ക്രിസ്തുവിനെയാണ്. അവരൊക്കെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ആളുകളാണ്. സ്തോത്രം. അപ്പോൾ അത് യേശുവിൻ്റെ കർത്തൃത്വത്തിന് കീഴിൽ വിശ്വസ്തമായിട്ട് ജീവിക്കുവാനായിട്ട് ഇടയായിത്തീരേണ്ടത് ആവശ്യമാണ്. ഓരോ ഗ്രൂപ്പുണ്ടാക്കി ആ ഓരോ ഗ്രൂപ്പിന് ഓരോ തലവന്മാർ, അതായിരുന്നു കൊരിന്ത്യ സഭയിലുണ്ടായിരുന്നത്. എന്നിട്ട് അവരുടെ പിന്നിലെ ആളുകൾ അണിനിരക്കുന്ന എത്രയോ നിരാശാജനകമായ ഒരു കാര്യമാണ്. ഒരു കാര്യം കൂടെ ഇതിൽ ചേർത്ത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നാമും നമ്മുടെ മക്കളും ഈ ലോകത്തിനൊരു അനുഗ്രഹമായി തീരണമെങ്കിൽ ആദ്യം നാം ഈ ഭോഗാസക്തികളിൽ നിന്ന്, ഭോഗപ്രിയരായിരിക്കുന്നതിൽ നിന്ന് സ്വതന്ത്രരായി തീരേണ്ടത് ആവശ്യമാണ്. നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീയൊരു അനുഗ്രഹമായിരിക്കും. ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളോട്, ചെറുപ്പക്കാരത്തികളോട്, യവനക്കാരോട് പറയാനായിട്ടുള്ളത്, മക്കളെ, സഹോദരന്മാരെ, നാം
നമ്മുടെ രാജ്യത്തിന്, ഇന്ത്യക്ക് ഒരു അനുഗ്രഹമായി തീരണം. ഒരു നില പത്രോസിൻ്റെ ലേഖനത്തിലൊരു വാക്യമുണ്ട്, അത് വായിച്ച് മുന്നോട്ട് പോകാം. 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. തങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദാനം ചെയ്യുന്നു. കണ്ടോ, അതായത് ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന അത്. എന്നാൽ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഒന്ന് ചിന്തിച്ചു നോക്കി. അതായത് നമ്മൾ തന്നെ പല ഈ പറയുന്ന ഭോഗാസക്തികൾക്കും തെറ്റായ തത്വങ്ങൾക്കും തെറ്റായ സ്വാതന്ത്ര്യങ്ങൾക്കും ഒക്കെ അതിൻ്റെയൊക്കെ അടിമകളായി നമ്മൾ ജീവിച്ചാൽ നമുക്ക് മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം നൽകി കൊടുക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. മോശ എന്താണ് ചെയ്തത്? മോശയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് എബ്രായ ലേഖനം 11:24. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് താൻ ആ ഭോഗാസക്തിയിൽ രമിച്ചുകൊണ്ട് സുഖിച്ചുകൊണ്ട് രസിച്ചുകൊണ്ട് അവിടെ ജീവിച്ചിരുന്നുവെങ്കിൽ ഇസ്രായേൽ ജനതയ്ക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ കഴിയുകയില്ല. നമ്മുടെ ഭാരതത്തിൽ, ഇന്ത്യയിൽ ഒരു ആത്മീകമായ സുവിശേഷപരമായ വലിയൊരു ഉണർവ് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ ഉണർവിൽ നിങ്ങളൊരു പങ്കാളിയായി തീരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന തെറ്റായ അനേക തത്വങ്ങളിൽ നിന്നും ഭോഗാസക്തികളിൽ നിന്നും നാം പുറത്തേക്ക് വരേണ്ടത് ആവശ്യമാണ്. നമ്മുടെ മക്കളെ യൂറോപ്പിൻ്റെ സുഖങ്ങളിലേക്കും ഭോഗങ്ങളിലേക്കും പ്രേരിപ്പിച്ച് അവരെ പറഞ്ഞു വിടുകയല്ല. തെറ്റായ ട്രെൻഡിന് നമ്മൾ അടിമകളായി അതിന് നാം വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് തെറ്റാണ്. അവിടെ സുഖമുണ്ടെന്ന് ആരാണ് പറഞ്ഞത്? നമ്മൾ ഈ പറയുന്ന ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന തെറ്റായൊരു തത്വത്തിലേക്ക് അവരെ തള്ളിവിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരവിടെ പോയി കിടന്ന് എന്ത് ചെയ്യാം? കഷ്ടപ്പെടുകയാണ്, നെടുവീർപ്പിടുക. പിള്ളേരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ എങ്ങനെയുണ്ട്, അവർ തലയൊക്കെ ചൊറിഞ്ഞിട്ടാണ് പറയുന്നത്. അയ്യോ, എന്തൊരു കഷ്ടമാണെന്ന് ഓർക്കണം. ആ മക്കൾ, ഇവിടെ ഇരിക്കുന്ന മക്കളോട് പറയുകയാണ്, ഇന്ത്യയിലെ സുവിശേഷീകരണത്തിൽ നോർത്ത് ഇന്ത്യയിലെ ഒരു ചെറു പട്ടണത്തിലോ അല്ല ഒരു പട്ടണത്തിലോ താമസിച്ച് അവിടെ നിന്ന് ലഭിക്കുന്ന ആ വരുമാനത്തിൽ പൗലോസ്ലീഹ പറഞ്ഞ പോലെ തൃപ്തരായിരിക്കുവാൻ, അതുകൊണ്ട് ജീവിക്കുവാൻ ശീലിച്ചാൽ നിങ്ങൾക്ക് തന്നെയും ദൈവസഭയ്ക്കും നമ്മുടെ ഭാരതത്തിനും ഒരു അനുഗ്രഹമായി തീരും. ഭാരതത്തിന് ലഭിക്കാത്ത ആത്മീക സ്വാതന്ത്ര്യം അവർക്ക് നേടിക്കൊടുക്കാനായിട്ട് സാധിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ പിതാക്കന്മാർ, മിഷണറിമാരൊക്കെ അസുഖം ത്യജിച്ചതുകൊണ്ട്, നമ്മുടെ കർത്താവ് അസുഖം ത്യജിച്ചതുകൊണ്ട്, ആ മഹത്വത്തിൽ നിന്ന് ഇറങ്ങി വന്നതുകൊണ്ടാണ് നമുക്ക് ആ സ്വാതന്ത്ര്യം ലഭിച്ചത്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചവനായിട്ടത്രേ ജീവിക്കേണ്ടത് എന്നും ഞങ്ങൾ എണ്ണിയിരിക്കുന്നു. കർത്താവ് അവിടം വിട്ടു. നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താം, വിധേയപ്പെടുത്താം. അവിടുത്തെ കർത്തൃത്വത്തിൻ്റെ കീഴിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരിക്കലും തൃപ്തി തരാത്ത താൽക്കാലിക ഭോഗാസക്തികളെ വേണ്ടെന്ന് വയ്ക്കുവാൻ കർത്താവ് നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഇടവരുത്തട്ടെ. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, കർത്താവിനോട് പ്രാർത്ഥിക്കുക, നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, യേശുവേ, യേശു കർത്താവേ, എൻ്റെ പിതാവേ, ഞാനിതാ. അബ്രഹാം മെസപ്പൊത്തോമിയാകുന്ന ലോകത്തിലെ ആദ്യത്തെ സാംസ്കാരിക നഗരം വിട്ട് കുഗ്രാമങ്ങളിലേക്ക് ചെന്ന് ജീവിച്ചതുപോലെ കർത്താവേ, നീ ഞങ്ങൾക്ക് കാണിച്ചു തന്ന സഹനത്തിൻ്റെ താഴ്മയുടെ പാതയിൽ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. മോശയെപ്പോലെ ലോകത്തിൻ്റെ ഭോഗാസക്തികളെ വെടിഞ്ഞ് ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുക, ദൈവജനത്തിനു വേണ്ടി കർത്താവേ, നിൻ്റെ സഭയ്ക്ക് വേണ്ടി എൻ്റെ ശരീരത്തിൽ ആ കഷ്ടങ്ങൾ പൂരിപ്പിക്കുവാൻ കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആരെങ്ങനെ സമർപ്പിക്കും? ഈ ഉച്ചയായ സമയത്ത് നമ്മെ തന്നെ ആ ദൈവകൃപയുടെ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൻ്റെ ശക്തിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.
ഈ ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ ശക്തനാക്കിയ എൻ്റെ കർത്താവിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. സ്തുതിയും സ്തോത്രവും ബഹുമാനവും തൃപ്പാദപീഠത്തിൽ അർപ്പിക്കുന്നു. ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച സഭയിലെ പ്രിയപ്പെട്ടവർക്കുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടെ പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.